അല്ല ചങ്ങായിമാരെ, അമീറാണ്. യുപിയിലെ യാത്രകളും പർച്ചേസിന് ശേഷം നാട്ടിൽ കൊണ്ടുവന്ന വണ്ടികളൊക്കെ നമ്മൾ ഓരോന്നോരോന്നായി പണിതിട്ട് ഇപ്പോൾ ഇറക്കുകയാണ്. നാം സ്ഥിരം പറയണ പോലെ തന്നെയാണ്, കൂടുതലും നമുക്ക് പ്രവാസി കസ്റ്റമറാണുള്ളത്. ഈ പ്രവാസി കസ്റ്റമറൊക്കെ നമ്മൾ യൂട്യൂബ് ചാനൽ കണ്ടിട്ടും വാട്സപ്പിൽ അവർ ഇഷ്ടപ്പെടുന്ന വണ്ടികൾ, അവർ ആവശ്യപ്പെടുന്ന വണ്ടികളുടെ ഡീറ്റെയിൽ നമ്മൾ വാട്സപ്പിൽ കസ്റ്റമറിന് അയച്ചു കൊടുത്തിട്ട് അവർ വാട്സപ്പിലൂടെ വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ പറയുന്ന അക്കൗണ്ടിലേക്ക് നമ്മൾ പറയുന്ന ആൾക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മളോടുള്ള വിശ്വാസപ്രകാരം നാട്ടിൽ നമ്മൾ വണ്ടി കൊണ്ടുവന്നിട്ട് പണിത് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുമ്പോഴാണ് അവർ വണ്ടി കാണുന്നത്. എൻ്റെ എല്ലാ കസ്റ്റമറും 99% കസ്റ്റമറും അങ്ങനെയാണ്. അങ്ങനെ കസ്റ്റമർക്ക് ചെയ്യുന്നത് എന്തുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, നാട്ടിൽ നിന്ന് ഡീലർമാരുടെ കയ്യിൽ നിന്നായാലും കച്ചവടക്കാരുടെ കയ്യിൽ നിന്നായാലും എടുക്കുമ്പോൾ കിട്ടാവുന്നതിനേക്കാൾ ഒരു 80,000 1 ലക്ഷം രൂപയുടെ വ്യത്യാസത്തിലാണ് കിട്ടുന്നത്. പിന്നെ ഡയറക്റ്റ് വേറൊരു ഗുണമുള്ളതെന്ന് വെച്ചാൽ, ഡയറക്റ്റ് ഈ കണ്ടിഷ്ടപ്പെടുന്ന കസ്റ്റമറുടെ പേരിൽ നമുക്ക് NOC എടുത്ത് കൊടുക്കാൻ പറ്റും. രണ്ടാമത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ, കസ്റ്റമർ പറയുന്ന പോലെ അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിന് ഒരേ കളർ അടിക്കാനും ഒരേ സീറ്റ് വർക്ക് ചെയ്യാനും മറ്റുള്ള വ്യത്യാസങ്ങളൊക്കെ വണ്ടിമ്മ വ്യത്യാസപ്പെടുത്താനും നമുക്ക് കഴിയും. ഇതാണ് ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതേപോലെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വന്ന 2 വണ്ടികളാണ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇന്ന് ഞാൻ വന്നിട്ടുള്ള 2 വണ്ടിയുടെ വിശേഷങ്ങളാണ് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. ഒന്ന് 2016 വണ്ടി, ഒന്ന് 2009 വണ്ടി. 2 റീ വണ്ടികളാണ്. 2 പ്രവാസി കസ്റ്റമർ പറഞ്ഞുറപ്പിച്ചതുപോലത്തെ എടുത്തതാണ്. ഇത് നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വണ്ടി കൂടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ നല്ല മൊഞ്ചുള്ള വണ്ടി ഞാൻ 2 ദിവസം UP തിരിച്ചു പോകുന്നുണ്ട്. നല്ല അടിച്ചാപ്പൊളി ലോ ബഡ്ജറ്റ് ആണെങ്കിൽ ലോ ബഡ്ജറ്റ്, ഹൈ ബഡ്ജറ്റ് ആണ് ഹൈ ബഡ്ജറ്റ്. നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, കേരളത്തിൽ ആർക്കും തരാൻ പറ്റാത്ത ഡീലർ വിലയിൽ ഞാൻ നിങ്ങൾക്ക് വണ്ടി ഉറപ്പിച്ചു തരും. ഇതെന്താ വെച്ചാൽ, നമ്മളൊരു കമ്മീഷൻ വ്യവസ്ഥയിൽ നിങ്ങൾക്ക് ഫുൾ ഗ്യാരണ്ടിയോട് കൂടിയിട്ട് വണ്ടി ഉറപ്പിച്ചു തരും. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അവിടെ റെഡി പേയ്മെൻറ്റ് കൊടുക്കണം. ആ ഒരു ആവശ്യം മാത്രമേ ഇതിന് മുന്നിലുള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും നിങ്ങൾക്ക് നല്ലൊരു ലാഭത്തിലും നല്ലൊരു, പക്ഷെ നമ്മൾ 2010-9 വണ്ടിയൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. ഇത് ഫ്രണ്ടൊക്കെ കണ്ടില്ലേ, ഈ ചില ഭാഗങ്ങളിൽ അവർ ബ്രഷ് കൊണ്ട് പെയിൻ്റ് അടിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും മെയിൻ ചെയ്യില്ല, കാരണം നമുക്കിത് ടൈപ്പ് 4 ആക്കാനുള്ള വണ്ടിയാണ്. ഇപ്പോൾ ടൈപ്പ് 4 ആക്കാനില്ലെങ്കിലും ഏത് വണ്ടി എടുത്താലും നമ്മളൊരു കോട്ട് പെയിൻറ്റ് എന്തായാലും അടിക്കേണ്ടി വരും. ഇതിൻ്റെ ഇഞ്ചൻ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണിച്ചു തരാൻ പറ്റും. ഒരു മേജർ ആക്സിഡൻറ്റും ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്ക് അപ്രോണിൻ്റെ ഭാഗങ്ങളൊക്കെ. അപ്രോണിൻ്റെ ഭാഗങ്ങൾ നോക്കുമ്പോൾ ഒരു തുരുമ്പോ പൊട്ടിക്കലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ ഈ ഒരു 2009 വീടാണ്ട് ഈ സൈഡൊന്നും യാതൊരുവിധ കാര്യങ്ങളും ഇല്ല. ഇഞ്ചിൻ്റെ ഭാഗത്തേക്ക് വരുന്ന വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് നമ്മൾ മെയിനായിട്ട് നോക്കുക. ബാക്കിയുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ടാര പറഞ്ഞ പോലെ ഒരു 9 വണ്ടിയൊക്കെ എടുക്കുമ്പോൾ അതിൻ്റേതായ കുറവുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ നികത്തി നല്ല മൊഞ്ചാക്കിയിട്ട് നമ്മൾ പണിതിറക്കും. ഇതിപ്പോൾ കസ്റ്റമർ നമ്മളോട് പണിയാൻ പറഞ്ഞിട്ടില്ല. 2 ദിവസം കഴിഞ്ഞാൽ കസ്റ്റമർ വരുന്നുണ്ട്. വന്ന് കണ്ടതിന് ശേഷം കസ്റ്റമർ പറയുന്ന ഇതിൽ നമ്മൾ പണിത് കൊടുക്കും. അപ്പോൾ രണ്ടാമത്തത് എടുത്ത് പറയേണ്ടത് ഉള്ളിലേക്ക് വരുമ്പോൾ ഒരു ഓപ്ഷനാണ്. ഉള്ളിലേക്ക് നമുക്ക് വരുമ്പോൾ G4 നോർമൽ, അതിൽ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ, ഡാഷ്ബോർഡ് റാപ്പിംഗ് ചെയ്തിട്ട് ലെതർ, പിന്നെ 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സെറ്റ്, ടോപ്പിലേക്ക് വരും. ടോപ്പ് നമ്മൾ ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ സീറ്റ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിട്ട് റെഡ് ആൻഡ് ബ്ലാക്കിലാണ് സീറ്റ് വർക്ക് ചെയ്തിട്ടുള്ളത്. ബാക്കിലോട്ടുള്ള സീറ്റ് 7 സീറ്റ് ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് അത്യാവശ്യം വർക്കും അതിൽ എക്സ്പെൻസീവ് ആണ്, അതും ചെയ്തിട്ടുണ്ട്. ഇത് തിരിച്ച് നമ്മൾ ബാക്ക് ഡ്രോയിൽ 7 സീറ്റിൽ ഇതേപോലെ തന്നെ 4 സീറ്റും ഷെയ്പ്പ് ചെയ്തിട്ട് അടിക്കണ കാരണം തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആണ് 8 സീറ്റിനേക്കാളും 7 സീറ്റ് വർക്ക് ചെയ്യാൻ. ഇതിൻ്റെ ബാക്കിലോട്ട് വരികയാണെങ്കിൽ LED തന്നെയാണ് ടെയിൽ ലാമ്പും വെച്ചിട്ടുള്ളത്. അതിലുപരി ഈ ഡിക്കി കാർണിഷ് നമ്മൾ പറയുന്ന ഈ സംഭവം ഡിക്കി പട്ടാന്നും പറയും. ഇത് നമ്മൾ LED ഉള്ളതാണ്. LED-യോട് കൂടിയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇതിമ്പോൾ ചെയ്തിട്ടുള്ളത്. അതേപോലെ 2 ക്രോം, ഇതൊക്കെ നോർമലായിട്ട് ഞാൻ ചെയ്ത് വരുന്ന വണ്ടികൾക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് പുതിയതായിട്ട് വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. കണ്ട വണ്ടി നമ്മൾ ബാക്കിൽ നിന്നിട്ട് ഡിക്ക് തുറന്നാൽ തന്നെ നമുക്കൊരു മൊത്തത്തിലൊരു ബ്ലാക്കാണ് കാണാൻ പറ്റുന്നത്. അത്ര ക്വാളിറ്റി ഉള്ള ഒരു സംഭവങ്ങളാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ എത്ര വർക്ക് ചെയ്താലും സെക്കൻഡ് ഹാൻഡ് വണ്ടി ആകുമ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും. ഇതിൽ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഓയിൽ ചേഞ്ചിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് തന്നെയാണ്. ഇത് നമുക്ക് ഏകദേശം ഒരു കസ്റ്റമർ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതും നമ്മൾ കസ്റ്റമർക്ക് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ കസ്റ്റമർ എടുക്കുകയും ചെയ്യും. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അവിടെ റെഡി പേയ്മെൻറ്റ് കൊടുക്കണം. ആ ഒരു ആവശ്യം മാത്രമേ ഇതിന് മുന്നിലുള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും നിങ്ങൾക്ക് നല്ലൊരു ലാഭത്തിലും നല്ലൊരു മാർജിനിലും നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് നിങ്ങളുടെ സ്വന്തം കാർ ബസാറിൽ നിന്ന് സ്വന്തം ബൈ സി.